ചില ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ പ്രബോധനത്തിലെ ആളുകൾ വിസ്മയഭരിതരാകുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം അവർ ചോദിക്കുന്ന ഇപ്രകാരമാണ്: ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്രമാത്രം അറിവ് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ അവര് ഈ റബ്ബീനിക്ക് സ്കൂളിലൊന്നും ഈശോ പഠിച്ചിട്ടില്ല, റബ്ബിമാരുടെ കീഴിലൊന്നും ഈശോ പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് എത്രമാത്രം അറിവ് കിട്ടുന്നതെന്നാണ് ഇവരുടെ വിസ്മയം. ഈശോ അതിന് ഉത്തരം തന്നെ പറയുന്നുണ്ട്: എന്റെ പ്രബോധനം എന്റേതല്ല, എന്നെ അയച്ചവൻ്റെതാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളതാണ് എൻ്റെ അറിവ്, ജ്ഞാനമൊക്കെ എന്ന് ഈശോ പറയുകയാണ്. ദൈവത്തിൽ നിന്നുള്ള അറിവാണ് എനിക്കുള്ളത് എന്ന് പറയുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്: എന്നെ അയച്ചവന്റെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത്, എൻ്റെ മഹത്വമല്ല, മറിച്ച് എന്നെ അയച്ച പിതാവിന്റെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാഗം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട്, ദൈവികമായ ജ്ഞാനം അതിനൊരു വിലയുണ്ട്. ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർക്ക് കാര്യമായിട്ടുള്ള അറിവും പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഉണ്ടാകില്ല, പക്ഷേ അവർക്ക് ഈ വചനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ നല്ല അറിവുണ്ട്. ദൈവം കൊടുക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ദൈവം നൽകുന്ന അറിവിന് വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും ആ അറിവ് നൽകിയവനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമുക്ക് എത്രമാത്രം അറിവുണ്ടായിക്കോട്ടെ, ജ്ഞാനം ഉണ്ടായിക്കോട്ടെ, ദർശനം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് നൽകിയവനെ മഹത്വപ്പെടുത്തുക. അതാണ് ഈശോ പറയുന്നത്: ഞാൻ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തണം, അല്ലെ, എൻ്റെ അറിവ് വെച്ച് എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തണം. നമ്മൾ ഇന്നത്തെ സുവിശേഷഭാഗമായി ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.